ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിമാലയല്ലാതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ഊതിക്കഴിച്ചിരിക്കുന്നത്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ തട്ടാൻ ഒരു ഉരുപ്പിടി കിട്ടും. ഹലോ, വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ നിങ്ങളുടെ കഷ്ടത ദോഷത്തിനല്ല, അത് അനുഗ്രഹത്തിന്റെ ചവിട്ടുപടിക്കാണ്. ആമേൻ. ഉയരത്തിൽ നിന്ന് വീണവന് മാത്രമേ വീണ് കിടക്കുന്നവന്റെ വേദന അറിയത്തുള്ളൂ. സ്തോത്രം. നിന്റെ മുറിവുകൾ വേറൊരാളുടെ സൗഖ്യത്തിനാ. നല്ല ശമരിയക്കാരനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? ലേവ്യൻ കടന്നുപോയി തിരിഞ്ഞു നോക്കിയില്ല, പുരോഹിതൻ കടന്നുപോയി തിരിഞ്ഞു നോക്കിയില്ല. അവർക്കെല്ലാം ആലയത്തിനകത്താ ശുശ്രൂഷ, പബ്ലിക്കിൽ മിനിസ്ട്രി ഒന്നുമില്ല. പക്ഷേ ഒരു പ്രമാണം കയ്യിലില്ലാത്തവന് ധാർമ്മിക ബോധത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നു. അവനെ കണ്ടു, അടുത്തിയെന്നു, മനസ്സലിഞ്ഞു. എന്താ ബാക്കിയുള്ളവർ നിൽക്കാതെ പോയത്? ഇവൻ മുറിവേറ്റ് കിടക്കുക, തൊട്ടാൽ കുപ്പായത്തിൽ ബ്ലഡ് ആകും. രണ്ട്, ചെലവുള്ള കാര്യമാ. അവന്റെ കയ്യിൽ ടൈത്തൊന്നും കിട്ടാനില്ല, സ്തോത്ര കാഴ്ച കിട്ടാനില്ല, ദശാംശം കിട്ടാനില്ല. നത്തിങ്, ദർ ഇസ് നോ ഹോപ്പ്. മാത്രമല്ല അർത്ഥപ്രാണനായി കിടക്കുകയാണ്. തൊട്ടാൽ മരിച്ചാൽ കേസ് നമ്മുടെ മേലാകും. ശ്രദ്ധിച്ച് കേൾക്കണേ, പല ചിന്തകൾ അതിനകത്തുണ്ട്. പക്ഷേ നല്ല ശമരിയക്കാരൻ നിന്നരെന്താണ്? അവന്റെ കയ്യിൽ മുറിവ് കെട്ടാനുള്ള എണ്ണയുണ്ട്. അവന്റെ കയ്യിൽ പകരാൻ വീഞ്ഞുണ്ട്. വീഞ്ഞും എണ്ണയും ഉണ്ടാകുന്നത് ഒലിവുകായ എടുത്തു വെച്ചാൽ മുറിവ് ഉണങ്ങത്തില്ല. സ്തോത്രം. മുന്തിരിങ്ങ എടുത്തു വെച്ചാലും മുറിവ് കരിയത്തില്ല. ഇത് രണ്ടും ചക്കിനകത്തൂടെ കയറിയിറങ്ങുമ്പോൾ ചതഞ്ഞരഞ്ഞാൽ അതിൽ നിന്ന് ഓയിൽ പുറത്തു വരും. ആ ഇറങ്ങി വരുന്ന ഓയിലാണ് മുറിവേറ്റ് കിടക്കുന്നവന്റെ സൗഖ്യം. ചേർന്നൊരു ആമീൻ പറയാമോ? എന്തിനാ നിന്നെ മുറിക്കുന്നത്? എന്തിനാ നിന്നെ വേദനയിലൂടെ കടത്തിവിടുന്നത്? എന്തിനാ നിന്നെ തീയിലൂടെ കടത്തിവിടുന്നത്? ഓ രക്തത്താൽ ജയം. ആമേൻ, ഹല്ലേലൂയ. തട്ടാൻ സ്വർണം തീയിലിട്ടിട്ട് അവൻ ഒരിക്കലും എസ്കർഷന് പോകത്തില്ല. അവൻ നിന്നെ ചൂളയിലിട്ടാൽ അവൻ കാത്തിരിക്കും. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിമാലയല്ലാതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ഊതിക്കഴിച്ചിരിക്കുന്നത്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ തട്ടാൻ ഒരു ഉരുപ്പിടി കിട്ടും. ഹലോ, വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ നിങ്ങളുടെ കഷ്ടത ദോഷത്തിനല്ല, അത് അനുഗ്രഹത്തിന്റെ ചവിട്ടുപടിക്കാണ്. ആമേൻ. ഉയരത്തിൽ നിന്ന് വീണവന് മാത്രമേ വീണ് കിടക്കുന്നവന്റെ വേദന അറിയത്തുള്ളൂ. സ്തോത്രം. നിന്റെ മുറിവുകൾ വേറൊരാളുടെ സൗഖ്യത്തിനാ. നല്ല ശമരിയക്കാരനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? ലേവ്യൻ കടന്നുപോയി തിരിഞ്ഞു നോക്കിയില്ല, പുരോഹിതൻ കടന്നുപോയി തിരിഞ്ഞു നോക്കിയില്ല. അവർക്കെല്ലാം ആലയത്തിനകത്താ ശുശ്രൂഷ, പബ്ലിക്കിൽ മിനിസ്ട്രി ഒന്നുമില്ല. പക്ഷേ ഒരു പ്രമാണം കയ്യിലില്ലാത്തവന് ധാർമ്മിക ബോധത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നു. അവനെ കണ്ടു, അടുത്തിയെന്നു, മനസ്സലിഞ്ഞു. എന്താ ബാക്കിയുള്ളവർ നിൽക്കാതെ പോയത്? ഇവൻ മുറിവേറ്റ് കിടക്കുക, തൊട്ടാൽ കുപ്പായത്തിൽ ബ്ലഡ് ആകും. രണ്ട്, ചെലവുള്ള കാര്യമാ. അവന്റെ കയ്യിൽ ടൈത്തൊന്നും കിട്ടാനില്ല, സ്തോത്ര കാഴ്ച കിട്ടാനില്ല, ദശാംശം കിട്ടാനില്ല. നത്തിങ്, ദർ ഇസ് നോ ഹോപ്പ്. മാത്രമല്ല അർത്ഥപ്രാണനായി കിടക്കുകയാണ്. തൊട്ടാൽ മരിച്ചാൽ കേസ് നമ്മുടെ മേലാകും. ശ്രദ്ധിച്ച് കേൾക്കണേ, പല ചിന്തകൾ അതിനകത്തുണ്ട്. പക്ഷേ നല്ല ശമരിയക്കാരൻ നിന്നരെന്താണ്? അവന്റെ കയ്യിൽ മുറിവ് കെട്ടാനുള്ള എണ്ണയുണ്ട്. അവന്റെ കയ്യിൽ പകരാൻ വീഞ്ഞുണ്ട്. വീഞ്ഞും എണ്ണയും ഉണ്ടാകുന്നത് ഒലിവുകായ എടുത്തു വെച്ചാൽ മുറിവ് ഉണങ്ങത്തില്ല. സ്തോത്രം. മുന്തിരിങ്ങ എടുത്തു വെച്ചാലും മുറിവ് കരിയത്തില്ല. ഇത് രണ്ടും ചക്കിനകത്തൂടെ കയറിയിറങ്ങുമ്പോൾ ചതഞ്ഞരഞ്ഞാൽ അതിൽ നിന്ന് ഓയിൽ പുറത്തു വരും. ആ ഇറങ്ങി വരുന്ന ഓയിലാണ് മുറിവേറ്റ് കിടക്കുന്നവന്റെ സൗഖ്യം. ചേർന്നൊരു ആമീൻ പറയാമോ? എന്തിനാ നിന്നെ മുറിക്കുന്നത്? എന്തിനാ നിന്നെ വേദനയിലൂടെ കടത്തിവിടുന്നത്? എന്തിനാ നിന്നെ തീയിലൂടെ കടത്തിവിടുന്നത്? ഓ രക്തത്താൽ ജയം. ആമേൻ, ഹല്ലേലൂയ. തട്ടാൻ സ്വർണം തീയിലിട്ടിട്ട് അവൻ ഒരിക്കലും എസ്കർഷന് പോകത്തില്ല. അവൻ നിന്നെ ചൂളയിലിട്ടാൽ അവൻ കാത്തിരിക്കും.